Hi friends, welcome to Commerce Bytes. So let's begin with the question paper discussion which was held on 29th September 2019. Okay, so the question number 89, Enquiry training model belongs to the family of models, namely options are option A, information processing, option B, behavior modification and option C, personal, option D, social interaction. ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഏത് ഫാമിലിയുടെ കീഴിൽ വരും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഹിയർ ദ ആൻസർ വിൽ ബി ഇൻഫർമേഷൻ മോഡൽ, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. ഓക്കെ, സോ ഇഫ് യു ആർ ടേക്കിംഗ് അബൌട്ട് ദ ഫാമിലീസ് ഓഫ് മോഡൽസ്, ഞാനിപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന ആ ഒരു ഫാമിലീസ് ഓഫ് മോഡൽസ് എന്ന് പറയുന്നത് 4 ടൈപ്സ് ഓഫ് ഫാമിലീസ് നമുക്കുണ്ട്. സോഷ്യൽ ഫാമിലി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ദ പേഴ്സണൽ ഫാമിലി ആൻഡ് ദ ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. ഈ ഓരോ ഫാമിലിക്കും കുറച്ച് ഒരു പെർട്ടിക്കുലർ നമ്പർ വൈസ് അവർക്ക് കുറച്ച് മോഡൽസ് ഉണ്ട് ഓരോ ഫാമിലിക്ക്. ഇപ്പോൾ സോഷ്യൽ ഫാമിലിക്ക് ഇത്ര മോഡൽസ്, അതുപോലെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിക്ക് ഇത്ര മോഡൽസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട്. സോ ഇറ്റ് ഈസ് യുവർ വർക്ക്. നിങ്ങൾക്ക് ഞാൻ തരുന്ന ഹോംവർക്കാണ്, യു ഷുഡ് ഫൈൻഡ് എത്ര ഫാമിലീസിന് എത്ര മോഡൽസ്, ഈ 4 ഫാമിലീസിനുള്ള മോഡൽസ് ലിസ്റ്റ് ഔട്ട് ചെയ്ത് പ്രിപ്പയർ ആസ് എ ചാർട്ട്, ഒരു ചാർട്ട് പോലെ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് കീപ്പ് ഇറ്റ് ആസ് യുവർ റിവിഷൻ നോട്ട്. ഓക്കെ, ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻക്വയറി ട്രെയിനിങ് മോഡൽ ബിലോങ്സ് ടു ദ ഫാമിലി മോഡൽ ഓഫ്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമുക്കിപ്പോൾ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് ഏത് ഫാമിലി ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, ഈ ഒരു പെർട്ടിക്കുലർ ഫാമിലി എടുത്തിട്ട് നമ്മളോട് ചോദിക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് മോഡൽസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് മോഡൽ. കണ്ടോ, അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് ഉൾട്ടയായിട്ടും എക്സ്പെക്റ്റ് ചെയ്യാം. വി ഷുഡ് ബി എലിജിബിൾ, റൈറ്റ്? നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് ആ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഒരു വാർ എന്ന രീതിയിൽ തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മളുടെ അടുത്തുള്ള എല്ലാ വെപ്പൺസ് ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളുടെ വെപ്പൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഇൻഫർമേഷൻസ് ആൻഡ് നിങ്ങളുടെ ടൺസ് ആൻഡ് ടൺസ് ഓഫ് നോളജാണ്. എത്രത്തോളം നോളജ് നമ്മൾ കളക്ട് ചെയ്യുന്നു അത്രത്തോളം ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങൾക്ക് എക്സാം ഫേസ് ചെയ്യുമ്പോൾ. ഓക്കെ, ഇഫ് യു ആർ ഹാവിങ് എ ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ഇറ്റ് വിൽ ബി വെരി സിമ്പിൾ ടു ക്രാക്ക് ദിസ് എക്സാം. ഓക്കെ, സോ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനത്തെ ഏതൊക്കെ രീതി കൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ പറ്റും. സോ ടേക്ക് മൈ വേർഡ്. ഇപ്പം നിങ്ങൾ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ബിലോങ്സ് ടു വിച്ച് ഫാമിലി എന്ന് പഠിച്ചു, ദാറ്റ് ഈസ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ആർ ഹാവിങ് 4 ഫാമിലീസ്, സോഷ്യൽ ഫാമിലി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി, പേഴ്സണൽ ഫാമിലി ആൻഡ് ബിഹേവിയറൽ സിസ്റ്റം ഫാമിലി. ഈ 4 ഫാമിലിയുടെ ഉള്ളിൽ വരുന്ന മോഡൽസ് അത് വേണം നിങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പഠിക്കാൻ. ഓക്കെ, കീപ്പ് ഇറ്റ് മൈ വേർഡ്, ഇറ്റ് ഈസ് ആൻ ഹോംവർക്ക്. ഓക്കെ, എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ്, അത്ര ആത്മാർത്ഥതയോടുകൂടി റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസ്, യു പീപ്പിൾ ഷുഡ് ഡു ദിസ്. In this question, we have discussed on enquiry training model. Let me give you a brief picture of enquiry training model which I have already taught it. Then also let me give you a brief picture and അത് നിങ്ങൾക്കൊരു പ്രാക്ടീസ് ആവും, റൈറ്റ്? നിങ്ങൾക്കൊരു സമ്മറൈസിങ് ആവുമല്ലോ. സോ enquiry training model is proposed by Richard. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോഴും ഓരോ മോഡൽസ് പഠിക്കുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്ത്, ഇപ്പോൾ നിങ്ങളുടെ കസിൻസിന് ആ ഒരു പെർട്ടിക്കുലർ നെയിം, ഇപ്പോൾ റിച്ചാർഡ് എന്ന് പറഞ്ഞ ഒരു നെയിം നിങ്ങളുടെ കസിന് ഉണ്ടെങ്കിൽ ജസ്റ്റ് കണക്ട് വിത്ത് ഹിം. ഇപ്പോൾ റിച്ചാർഡ്, അവൻ ഫുൾ ടൈം ഇങ്ങനെ എൻക്വയറി ചെയ്ത് നടക്കും, എൻക്വയറി ട്രെയിനിങ് മോഡൽ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്ത് വേണം പഠിക്കാൻ. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിൽ അത് നിൽക്കുകയും ചെയ്യും. ഇപ്പോൾ എൻ്റെ കസിൻ റിച്ചാർഡ്, ഓക്കെ, അവൻ ഫുൾ ടൈം ഇങ്ങനെ എൻക്വയറി ചെയ്തുകൊണ്ട് നടക്കും. അപ്പോൾ എൻക്വയറി ട്രെയിനിങ് മോഡലിന് എപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ വന്നാലും അപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ വരും റിച്ചാർഡാണ് ഇങ്ങനെ എൻക്വയറി ചെയ്ത് നടക്കുന്നത്. മനസ്സിലായോ? ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. സോ എൻക്വയറി ട്രെയിനിങ് മോഡൽ ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് എൻക്വയറി ചെയ്ത് ട്രെയിനിങ് നടക്കും. ഓക്കെ, സോ ഇറ്റ് ഈസ് ടു ടീച്ച് ദ സ്റ്റുഡൻറ്റ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് എക്സ്പ്ലെയിനിങ്
അൺയൂഷ്വൽ ഫിനോമിന ഇൻ എ ഡിസിപ്ലിൻഡ് വേ. അൺയൂഷ്വലായിട്ട് നടന്ന ഒരു സംഭവം ഒരു ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ ആ ഒരു പ്രോസസ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷനിൽ ഒരു ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ദാറ്റ് ഈസ് എൻക്വയറി ട്രെയിനിങ് മോഡൽ. So with this model it helps the students to establish facts, build concepts and generate explanation and theories. ഒരു സ്റ്റുഡൻറ്റ് എന്നുള്ള രീതിയിൽ ഇറ്റ് ഹെൽപ്സ് ദി സ്റ്റുഡൻസ് ടു എസ്റ്റാബ്ലിഷ്, നമുക്കുണ്ടാവുന്ന ഫാക്ട്സ്, നമുക്ക് കിട്ടിയിരിക്കുന്ന ഫാക്ട്സിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ കോൺസെപ്റ്റ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റും ആൻഡ് ജനറേറ്റ് ദ എക്സ്പ്ലനേഷൻ ആൻഡ് തിയറീസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Enquiry training model. I hope you people get my point, right? So moving to next question. ഞാൻ പറഞ്ഞ ഹോംവർക്ക് മറന്നു പോവാതെ തന്നെ നിങ്ങളിപ്പോൾ തന്നെ ഈ ഒരു വീഡിയോ കണ്ടതിന് പുറകെ തന്നെ നിങ്ങൾ പോയി ചെയ്യുക, അല്ലെങ്കിൽ യു പീപ്പിൾ ആർ ഗോയിങ് ടു മിസ് ദാറ്റ്. ഓക്കെ, so moving to the next question. According to Piaget theory, a child who cannot develop the ability of reverse thinking belongs to the stage of. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ പൈഗറ്റിൻ്റെ ക്ലാസ് ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ഇഫ് യു ഡിൻ വാച്ച് ദറ്റ് വീഡിയോ, പ്ലീസ് ഗോ ആൻഡ് വാച്ച് ബിക്കോസ് ദാറ്റ് ഈസ് സച്ച് എൻ ഇമ്പോർട്ടൻറ്റ് വീഡിയോ. യു വാണ്ട്, ഐ വിൽ ഗിവ് ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. ഓക്കെ, സോ പൈഗറ്റിൻ്റെ തിയറിയിൽ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ലേണിംഗ് ടു ലേൺ, ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ്, അങ്ങനെ കൂടുതലും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് എന്നുള്ള രീതിക്കാണ് പൈഗറ്റ് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത്. കുട്ടികളുടെ ഐഡിയാസിനെ, കുട്ടികളെ ആക്റ്റീവായിട്ട് എൻവയൺമെൻറ്റിൽ എക്സ്പ്ലോർ ചെയ്യാം, മാനിപ്പുലേറ്റ് ചെയ്യാം എന്നുള്ള രീതിയിലേക്കാണ് പൈഗറ്റ് കൂടുതൽ ഫോക്കസ് കൊടുത്തത്. ജസ്റ്റ് കുറച്ച് കീവേഡ്സ് ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടായി. ആ കുറച്ച് വേർഡ്സുകൾ മാത്രം നിങ്ങളുടെ മൈൻഡിൽ വെച്ചാൽ മതി. ലേണിംഗ് ടു ലേൺ, കൺസ്ട്രക്റ്റിവിസ്റ്റ്, ദ ചിൽഡ്രൻ ആർ മോർ ഇമ്പോർട്ടൻറ്റ്, ആക്റ്റീവ്ലി കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുണ്ട്, ഫെസിലിറ്റേറ്റ് ദി സ്റ്റുഡൻസിനാണ്, അങ്ങനെ കുറച്ച് വേർഡ്സ്. ഓക്കെ, പിന്നെ അവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ പറഞ്ഞത് സ്കീമാസ് ആണ്. സ്കീമാസ് എന്ന് പറയുന്നത് ഒരു മെൻ്റൽ സ്ട്രക്ചർ ഓർ ഓർഗനൈസ്ഡ് വേ ഓഫ് മേക്കിംഗ് എക്സ്പീരിയൻസ്. നമ്മളെ എക്സ്പീരിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ഇൻ ആൻ ഓർഗനൈസ്ഡ് വേ. ആ ഒരു സെറ്റ് ഓഫ് ആ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് സ്കീമാസ് എന്ന് പറഞ്ഞു. പിന്നെ മെയിനായിട്ടും Piaget is having 4 stages of children's intellectual development. 4 stages നമ്മൾ ഡിസ്കസ് ചെയ്തു. സെൻസറി സ്റ്റേജ്, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്, കോൺക്രീറ്റ് ഓപ്പറേഷൻ ആൻഡ് ഫോർമൽ ഓപ്പറേഷൻ. ഇതിൽ സെൻസറി സ്റ്റേജിൽ പറഞ്ഞു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ബിഹേവിയറാണ്. അവരുടെ കൂടുതൽ ഒബ്ജക്റ്റ് പെർമനൻസ് കൂടുതൽ കാണാൻ പറ്റും. പിന്നെ ഡിഫേർഡ് ഇമിറ്റേഷൻ, കുട്ടികൾ പാരൻസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ പപ്പയുടെ പോലെ മുണ്ട് ഉടുക്കുന്നു, പപ്പയുടെ പോലെ ഹെയർ സെറ്റ് ചെയ്യണു, അല്ലെങ്കിൽ മമ്മയുടെ പോലെ സാരി ഉടുക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അതൊക്കെയാണ് ഡിഫേർഡ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. ഇഫ് യു പീപ്പിൾ ഡിൻ വാച്ച്, ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സമ്മറൈസേഷൻ പോലെ കൊടുക്കുന്നുള്ളൂ. ഐ വിൽ ഗിവ് യു ദ ലിങ്ക് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബോക്സ്. സോ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ ബിക്കോസ് ദാറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. I am telling again and again it is important. Okay, then moving to the next, that is pre-operational stage. Sorry, let me mention the age, that is sensory age stage is between 0 to 2 years, and pre-operational stage it covers 2 to 7 years and it takes others perspective. മറ്റുള്ളവരുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ തുടങ്ങും. ഓക്കെ, അവിടെ അനിമിസം, ഈഗോസെൻട്രിക് തിങ്കിങ്, ഇറിവേഴ്സിബിൾ. സോ ഹിയർ യു ഫൈൻഡ് ദ ക്വസ്റ്റ്യൻ. ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ അക്കോർഡിംഗ് ടു പൈഗറ്റ്സ് തിയറി, എ ചൈൽഡ് ഹൂ കനോട്ട് ഡെവലപ്പ് ദ എബിലിറ്റി ഓഫ് റിവേഴ്സിബിൾ തിങ്കിങ് എന്നാണ് ചോദിച്ചേക്കുന്നത്. സോ ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ ക്വസ്റ്റ്യൻ ചെക്ക് ഫോർ ദ കീവേഡ്. കീവേഡിൽ റിവേഴ്സിബിൾ തിങ്കിങ് ആവാത്തത്, കനോട്ട് ഡെവലപ്പ് ദ എബിലിറ്റി ഓഫ് റിവേഴ്സിബിൾ തിങ്കിങ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടെ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ ഒരു കീവേഡായിട്ട് ഞാൻ നിങ്ങളോട് പഠിക്കാൻ പറഞ്ഞതാണ് ഇറിവേഴ്സിബിൾ തിങ്കിങ്. ഇപ്പോൾ മനസ്സിലായോ ഹൗ ഇമ്പോർട്ടൻറ്റ് ഇറ്റ് ഈസ് എന്ന്? ഞാൻ ഓൾറെഡി ഒരു ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ്. ഓക്കെ, ആ ഒരു പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിൻ്റെ താഴെ വരുന്ന വേറെ പോയിൻറ്റ്സ് എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ് ആണ്, നോ സിംബോളിക് തോട്ട്സ്, പിന്നെ ഡീസെൻട്രേഷൻ, അങ്ങനെ കുറച്ചധികം പോയിൻറ്റ്സ് നമ്മൾ നോക്കി. മൂവിങ് ടു ദ തേർഡ് സെക്ഷൻ, അതായത് തേർഡ് സ്റ്റേജിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് കോൺക്രീറ്റ് ഓപ്പറേഷനാണ്, വിച്ച് ബിലോങ്സ് ടു 7 to 11 years. അതിൻ്റെ ഉള്ളിൽ സെൻട്രേഷൻ, ഡീസെൻട്രേഷൻ ഡ്യൂറിങ് ദ സ്റ്റേജ് പറഞ്ഞു, റിവേഴ്സിബിൾ തിങ്കിങ് പറഞ്ഞു, ഇറ്റ് ഡിക്രീസസ് ദ ഈഗോ സെൻട്രിസം. Then we have discussed on physical
എക്സ്പീരിയൻസസ് അക്യുമുലേറ്റ്സ് ആൻഡ് അക്കോമഡേഷൻ ഈസ് ഇൻക്രീസിങ്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ക്ലാസ് ഇൻക്ലൂഷൻ, സ്പാക്റ്റിയൽ തിങ്കിങ്, ഇൻഡക്റ്റീവ് റീസണിങ്, ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു പെർട്ടിക്കുലർ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. Then we have discussed the last stage, that is formal operation, which is from 11 to 15 years. Socialization പറഞ്ഞു, think logically about the abstract proposition, deductive and hypothetical reasoning. ഇങ്ങനെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ പൈഗറ്റിൻ്റെ ഒരു തിയറിയിൽ നമ്മൾ 4 സ്റ്റേജസ് പറഞ്ഞു. ആ 4 സ്റ്റേജസും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 സ്റ്റേജസിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഈസി ആയിട്ട് ഞാൻ ഓരോ സ്റ്റേജിലും കുറച്ച് ഹൈലൈറ്റഡ് ആയിട്ടുള്ള കീവേഡ്സ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ കീവേഡ്സ് മാത്രം പഠിച്ചാൽ മതി. യു പീപ്പിൾ വിൽ ബി എക്സ്പേർട്ട് ഇൻ ദാറ്റ് പൈഗറ്റ്സ് 4 stages of children intellectual development. Okay, take my word. So I hope you people get the point, and we have discussed the question right now. I hope you people get that. Okay, moving to next question. Question number 91, that is epidiascope is used for. Options are projecting opaque objects, option B projecting pictures from the transparent slide, option C that is projecting film strip, and option D that is projecting slide cum film. Okay, here the answer is option A, that is projecting opaque objects. My dear friends, here without no doubt I can tell that epidiascope is used for projecting opaque objects, because ഈ ഒരു എപ്പിഡിയാസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രൊജക്ടർ, അതിൻ്റെ മറ്റൊരു പേരാണ് ഒപ്പേക്ക് പ്രൊജക്ടർ. ഓക്കെ, സോ എപ്പിഡിയാസ്കോപ്പ് അല്ലെങ്കിൽ ഒപ്പേക്ക് പ്രൊജക്ടർ എന്ന് നമുക്ക് പറയാം. ഇറ്റ് ഈസ് എ ഡിവൈസ് വിച്ച് ഡിസ്പ്ലേസ് ഒപ്പേക്ക് മെറ്റീരിയൽ ബൈ ഷൈനിങ് എ ബ്രൈറ്റ് ലാമ്പ് ഓൺ ഇറ്റ് ദ ഒബ്ജക്റ്റ് ഫ്രം എബവ്. മുകളിൽ നിന്ന് ഒരു ബ്രൈറ്റ് ലൈറ്റ് നമ്മൾ അതിലേക്ക് ഡിസ്പ്ലേ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നിന്ന് പിക്ചേഴ്സ് കാണാൻ പറ്റുന്നത് എന്നാണ് ഒപ്പേക്ക് പ്രൊജക്ടറിൻ്റെ ഒരു ഡെഫിനിഷൻ. ഓക്കെ, സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, എപ്പിഡിയാസ്കോപ്പ് എന്ന് എഴുതിയിട്ട് അതിൻ്റെ തൊട്ട് നേരെ തന്നെ ഒരു ഹൈഫൺ ഇട്ടിട്ട് ഒപ്പേക്ക് ഒബ്ജക്ട്സ് എന്ന് നോട്ട് ചെയ്ത് ഒരു ബോക്സിലിട്ട് വരച്ചു വെച്ചോളൂ. മേ ബി ദ ക്വസ്റ്റ്യൻ മേ ബി ആസ്ഡ്, റൈറ്റ്? So that's it for now. Let's see in the next video. Till then, take care and be happy. Work hard. That's it. Thank you.